ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ ജോഗ്രഫി പഠിച്ചു തുടങ്ങുകയാണ്. വ്യത്യസ്തമായി, കുറച്ച് രസകരമായി. ഏത് മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രാധാന്യം തീർച്ചയായും അറിയാൻ പറ്റും. വളരെ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. LDC, LGS തുടങ്ങിയ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മത്സരിക്കുന്ന പരീക്ഷകളിൽ ജോഗ്രഫി ചോദ്യങ്ങൾ റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങളായിട്ട് മാറാറുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ലളിതമായ ചോദ്യങ്ങളായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഹിമാലയ പർവ്വതത്തിന്റെ നീളം എത്രയാണ്? തുടങ്ങിയ നിസ്സാരമായ ചോദ്യങ്ങൾ. എന്നാൽ അടുത്ത കാലത്ത് ഉന്നത നിലവാരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളാണ് കണ്ടുവരാറുള്ളത്. ലാൻഡ് ഫോംസിനെ പറ്റിയും എർത്തിന്റെ സ്ട്രക്ചറിനെ പറ്റിയുമുള്ള ചോദ്യങ്ങൾ. ഒരു റാങ്ക് ഫയൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പഠിച്ചു മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്നോ എയോലിയൻ ലാൻഡ് ഫോംസ് എന്നോ റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി എന്നോ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആശങ്ക തോന്നും. എന്താണ് ഇതിനുള്ള പരിഹാരം? കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കുക. SCERT, NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗപ്പെടുത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോജിക്ക് ഉപയോഗിക്കേണ്ടടുത്ത് അതെന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അങ്ങനെ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റത്തിന് വിധേയമായിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നദികളെ പറ്റിയാണ്. നിങ്ങൾക്കറിയാം, ഒരുപാട് നദികൾ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നദികളെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഹിമാലയൻ നദികളും ഉപദ്വീപിയൻ നദികളും. ഹിമാലയത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നദികളെ വിളിക്കുന്ന പേരാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികൾ ഹിമാലയൻ നദികൾക്ക് ഉദാഹരണങ്ങളാണ്. എന്താണ് ഉപദ്വീപിയ നദികൾ? ഇന്ത്യൻ ഉപദ്വീപിൽ നിന്ന്, എവിടെയാണ് ഇന്ത്യൻ ഉപദ്വീപ്? ഈ ഒരു ചിത്രത്തിൽ ഈ ഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത്. മൂന്ന് വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരപ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപദ്വീപിലെ നദികളാണ് നർമ്മദ, നർമ്മദയ്ക്ക് തെക്കു വശത്തൂടെ ഒഴുകുന്ന താപ്തി, താപ്തിയുടെ കിഴക്ക് വശത്തൂടെ ഒഴുകുന്ന മഹാനദി, താപ്തിയുടെ തെക്കു വശത്തൂടെ ഒഴുകുന്ന ഗോദാവരി, ഗോദാവരിക്ക് തെക്കുള്ള കൃഷ്ണ, കൃഷ്ണയ്ക്ക് തെക്കുള്ള കാവേരി തുടങ്ങിയവ ഉപദ്വീപിയ നദികളാണ്. BSc മത്സര പരീക്ഷകളിൽ ഉപദ്വീപിയ നദികളെ പറ്റിയും ഹിമാലയൻ നദികളെ പറ്റിയും ഒരുപാട് ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. നദീതീര പട്ടണങ്ങൾ ചോദിക്കാറുണ്ട്, പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ചോദിക്കാറുണ്ട്, പ്രാചീനപരമായിട്ടുള്ള പേരുകൾ ചോദിക്കാറുണ്ട്. എല്ലാം വളരെ വ്യക്തമായി നമുക്ക് പഠിച്ച് മുന്നേറാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയൻ നദിയായിട്ടുള്ള ഗംഗയെ പറ്റിയാണ് പഠിച്ചു തുടങ്ങുന്നത്. അതിനു മുമ്പ് ചില കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഒന്നാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? രണ്ടാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? മൂന്നാമത്തെ ചോദ്യം. ആൻഡ് നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്നാണ് ചോദ്യം. ഒരുപക്ഷെ നിങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കാത്ത ഒരു ചോദ്യമായിരിക്കും. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള ഗംഗ എന്ന് പറയുന്ന നദിയാണ്. ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. 2525 കിലോമീറ്റർ ആണ് ഗംഗ എന്ന് പറയുന്ന നദിയുടെ നീളം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? അതിനുള്ള ആൻസർ പല കൂട്ടുകാരും ഗംഗ എന്ന് തന്നെയായിരിക്കും ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവുക. എന്നാൽ അത് തെറ്റാണ്. ഗംഗയല്ല, പിന്നെ ഏത് നദിയാണ്? അതിന്റെ ആൻസർ ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ബ്രഹ്മപുത്രയാണ്. ഒരു നദിയെ വലിയ നദി എന്ന് പരിഗണിക്കുന്നത് അതിന്റെ അകത്ത് ഉൾക്കൊള്ളുന്ന ജലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ ആണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് മൂന്നാമത്തെ ചോദ്യം? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഒരു പുതിയ വാക്ക് കിട്ടിയില്ലേ, ഉപഭൂഖണ്ഡം, സബ് കോണ്ടിനെന്റ്. എന്താണ് സബ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ? ഇന്ത്യ ഉൾപ്പെടെ 7 രാജ്യങ്ങൾ, അല്ലെ? ഇന്ത്യ ഉൾപ്പെടെ 7 രാജ്യങ്ങളുണ്ട്. ഏതെല്ലാമാണ് രാജ്യങ്ങൾ? ശ്രീലങ്ക ഒന്നാമത്തെ രാജ്യമാണ്,
മാലദ്വീപ് രണ്ടാമത്തെ രാജ്യമാണ്. പാകിസ്ഥാൻ മൂന്നാമത്തെ രാജ്യമാണ്. നേപ്പാൾ 4, ഭൂട്ടാൻ 5, ബംഗ്ലാദേശ് 6, ഏറ്റവും അവസാനം 7 ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ് എന്ന് ഉറപ്പിച്ചു പഠിക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യവും ഏത് തന്നെയാണ്? ഇന്ത്യയാണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യവും ഏറ്റവും ചെറിയ രാജ്യവും ഏതാണ്? മാലദ്വീപാണ്. ഞാൻ ചോദിച്ചത് ഈ 7 രാജ്യങ്ങളിൽ, നമ്മളിപ്പോൾ പറഞ്ഞ 7 രാജ്യങ്ങളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അല്ലെങ്കിൽ ഈ 7 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സിന്ധുവാണ്, ഇൻഡസ് ആണ്. 3200 കിലോമീറ്റർ നീളമുള്ള സിന്ധു നദിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് 4ാമത്തെ ചോദ്യം? ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഏതാണ് ഇന്ത്യൻ ഉപദ്വീപ്? ഈ കാണുന്നതാണ് ഇന്ത്യൻ ഉപദ്വീപ്. ഇതിന് താഴേക്കുള്ള വശമാണ് ഇന്ത്യൻ ഉപദ്വീപ്. ഇന്ത്യൻ ഉപദ്വീപിലെ നദികളാണ് നർമ്മദയും ഗോദാവരിയും കൃഷ്ണയും എല്ലാം. അതിൽ നീളം കൂടിയ നദി ഏതാണ്? 1465 കിലോമീറ്റർ നീളമുള്ള, എത്രയാണ് പറഞ്ഞത്? 1465 കിലോമീറ്റർ നീളമുള്ള ഗോദാവരിയാണ് ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി. നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹിമാലയൻ നദിയെ പറ്റിയാണ്. ഹിമാലയൻ നദിയെ പറ്റിയുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉള്ളത് ഗംഗ എന്ന് പറയുന്ന നദിയെ പറ്റിയാണ്. ഗാഞ്ചസിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, അല്ലെ? ഗംഗ എന്ന് പറയുന്ന നദിയെ പറ്റി ഏകദേശം 30-ൽ പരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്, നമ്മൾ പഠിച്ചു അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ എന്ന് പറയുന്ന നദി. എത്രയായിരുന്നു ഗംഗ എന്ന് പറയുന്ന നദിയുടെ നീളം? എത്രയായിരുന്നു? നീളം നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഗംഗ എന്ന് പറയുന്ന നദിയുടെ നീളം എത്രയായിരുന്നു? 2525 കിലോമീറ്റർ ആണ് കേട്ടോ. 2525 കിലോമീറ്റർ ആണ് ഗംഗ എന്ന് പറയുന്ന നദിയുടെ നീളം. 2525 കിലോമീറ്റർ ആണ്. ഒരു ഫാൻസി നമ്പർ ആണ് അല്ലെ? 2525 കിലോമീറ്റർ നീളമുള്ള നദിയാണ് ഗംഗ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ നദിയാണ്, നാഷണൽ റിവർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പരിഗണിക്കുന്ന നദിയും ഏത് തന്നെയാണ്? ഗംഗയാണ്. ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് 2008. അപ്പോൾ 2008-ലാണ് ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ ഡേറ്റ് കൂടി ഒന്ന് ഓർത്തു വെക്കുക. 2008 നവംബർ മാസം 4-ാം തീയതിയാണ്. 2008 നവംബർ മാസം 4-ാം തീയതിയാണ് ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇനിയും ഇന്ത്യയുടെ പുണ്യനദി, ഇന്ത്യയുടെ പുണ്യനദി ഗംഗയാണ്. ഇന്ത്യയുടെ ജീവരേഖ, ദ ലൈഫ് ലൈൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും ഏതാണ്? ഗംഗയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രിബ്യൂട്ടറീസ് ഉള്ള നദിയും ഏത് തന്നെയാണ്? ഗംഗയാണ്. അപ്പോൾ ഗംഗ എന്ന് പറയുന്ന നദിയെ പറ്റി PSCയുടെ മത്സര പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഗംഗ എന്ന് പറയുന്ന നദിയുടെ നീളം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു 2525 കിലോമീറ്റർ ആണ്. ഒരു ഫാൻസി നമ്പർ ആണെന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ? എങ്ങനെ പഠിച്ചാൽ മതി? 25. ഗംഗയുടെ നീളമാണ് 25. ഇന്ത്യയുടെ ദേശീയ നദിയാണ്. ദേശീയ നദിയായിട്ട് ഡിക്ലെയർ ചെയ്ത വർഷമാണ് 2008 നവംബർ മാസം 4-ാം തീയതി. ഇന്ത്യയുടെ പുണ്യ നദിയാണ്, ഇന്ത്യയുടെ ജീവരേഖയാണ്. അപ്പോൾ ചേർത്ത് വെച്ച് പഠിക്കണം. വേദകാലഘട്ടത്തിലെ പുണ്യ നദി ഏതാണ്? വേദകാലഘട്ടത്തിലെ പുണ്യ നദി ഏതാണ്? ഗംഗയാണോ? അല്ല, ഗംഗയല്ല. ആരാണ്? സരസ്വതിയാണ്. വേദകാലഘട്ടത്തിലെ പുണ്യനദി സരസ്വതിയാണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശമുള്ള ഇന്ത്യൻ നദി ഏതാണ്? നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശമുള്ള ഇന്ത്യൻ നദി ഏതാണ്? അതിന്റെ ആൻസർ സിന്ധു ആണ് കേട്ടോ. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശമുള്ള ഇന്ത്യൻ നദിയാണ് സിന്ധു. അപ്പോൾ ഇന്ത്യയുടെ പുണ്യനദി ഗംഗയാണ്. ഇന്ത്യയുടെ ജീവരേഖ ഗംഗയാണ്. വേദകാലഘട്ടത്തിലെ പുണ്യനദി സരസ്വതിയാണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശമുള്ള ഇന്ത്യൻ നദി സിന്ധു ആണ്. അവിടുന്ന് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശമുള്ള പഞ്ചനദി ഏതാണ്? പഞ്ചനദിയിൽ സിന്ധു ഉണ്ടോ? ഇല്ല. സിന്ധുവിന്റെ 5 ട്രിബ്യൂട്ടറികൾ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, ഈ 5 ട്രിബ്യൂട്ടറികളാണ് പഞ്ചനദികളായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശമുള്ള പഞ്ചനദിയാണ് സത്ലജ് എന്ന് പറയുന്നത്. ടിബറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നദിയാണ് സത്ലജ്. സത്ലജിനെ പറ്റിയുള്ള മറ്റു പോയിന്റുകൾ നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ. യെസ്, അപ്പോൾ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശമുള്ള
പഞ്ചനദി ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? സത്ലജ് ആണ്. ഇന്ത്യൻ പുരാണങ്ങളുമായിട്ടും ഇന്ത്യൻ ഇതിഹാസങ്ങളുമായും ചേർന്ന് നിൽക്കുന്ന നദികളിൽ ഒന്നാണ് ഗംഗ എന്ന് പറയുന്നത്. ഗംഗാ നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വിഷ്ണുപാതി. വിഷ്ണുപാതി എന്നറിയപ്പെടുന്ന നദി ഗംഗയാണ് കേട്ടോ. ഗംഗാ നദിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വിഷ്ണുപാതി. വിഷ്ണുപാതി എന്നറിയപ്പെടുന്ന നദി ഗംഗയാണ്. ഗംഗയ്ക്ക് മറ്റൊരു പേരൂടെ ഉണ്ട്, കീർത്തിനാശിനി. കീർത്തിനാശിനി. അപ്പോൾ രണ്ടു പേരുകളായി. ഒന്നാമത്തെ പേര് വിഷ്ണുപാതി, രണ്ടാമത്തെ പേര് കീർത്തിനാശിനി. വിഷ്ണുപാതി എന്നും കീർത്തിനാശിനി എന്നും അറിയപ്പെടുന്ന നദിയാണ് ഏത്? ഗംഗ എന്ന് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും നദിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഈ നാശിനി എന്നെല്ലാം അർത്ഥം വരുന്ന നദിയെ പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കീടനാശിനി ആയിരിക്കും. കീടനാശിനി അല്ല, കേരളത്തിൽ ഒരു നദിയുണ്ട്, ശോകനാശിനി അല്ലെ? ശോകനാശിനിയാണ്. ശോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖമാണ്. നാശിനി എന്താണ്? നാശിനി എന്തിനാ ഉപയോഗിക്കുന്നത്? കീടത്തെ അകറ്റുന്നതല്ലേ കീടനാശിനി. അപ്പോൾ നാശിനി എന്താണ്? അകറ്റുന്നതാണ്. ശോകത്തെ അകറ്റുന്നതാണ് ശോകനാശിനി. എന്റെ ശോകമെല്ലാം അകറ്റുന്നവളെ, നീ ഇന്നു മുതൽ ശോകനാശിനി എന്നറിയപ്പെടുന്നു. എന്റെ ശോകമെല്ലാം അകറ്റുന്നതിനെ ഞാൻ ശോകനാശിനി എന്ന് വിളിച്ചോട്ടെ. മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഒരു നദിയെ നോക്കി പറഞ്ഞതാണ്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഒരു നദിയെ നോക്കി പറഞ്ഞതാണ്. നദിയുടെ പേര് ഭാരതപ്പുഴ എന്നാണ്. ഭാരതപ്പുഴയാണ് ശോകനാശിനി എന്നറിയപ്പെടുന്നത്. ഇനി ഓപ്ഷനിൽ ഭാരതപ്പുഴ ഇല്ല എന്നിരിക്കട്ടെ, ഏതിലേക്ക് പോകാം? ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ചിറ്റൂർ പുഴയിലേക്ക് പോവാം. ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദിയായിട്ടുള്ള ചിറ്റൂർ പുഴയിലേക്ക് പോകാം. ഏതാണ് ചോദ്യം? ശോകനാശിനി എന്നറിയപ്പെടുന്നത്. യെസ്, അതിന് പിന്നിൽ ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുത കൂടിയുണ്ട്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന മലയാള ഭാഷയുടെ പിതാവ് ജനിച്ചത് മലപ്പുറം ജില്ലയിലാണ്. ഇന്നത്തെ തിരൂരാണ്. അതുകൊണ്ട് ചോദിക്കാം, തുഞ്ചൻ പറമ്പ് എവിടെയാണ്? തുഞ്ചൻ പറമ്പ് എവിടെയാണ്? തുഞ്ചൻ പറമ്പ് എവിടെയാണ്? മലപ്പുറത്താണ്. തിരൂരാണ് തുഞ്ചൻ പറമ്പ്. ചേർത്ത് വെച്ച് പഠിക്കണം. തുഞ്ചൻ മഠം എവിടെയാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പിന്നീട് പാലക്കാട് ജില്ലയിലേക്ക് വരികയും ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഠം സ്ഥാപിക്കുകയും ചെയ്തു. ആ മഠത്തിന്റെ പേരാണ് ചിറ്റൂർ മഠം അല്ലെങ്കിൽ തുഞ്ചൻ മഠം എന്ന് പറയുന്നത്. അപ്പോൾ തുഞ്ചൻ മഠം എവിടെയാണ്? ചിറ്റൂരാണ്. ചിറ്റൂർ എവിടെയാണ്? പാലക്കാടാണ്. ആ തുഞ്ചൻ മഠത്ത് സമീപത്തൂടെ ഒഴുകുന്ന, ആ തുഞ്ചൻ മഠത്തിന് സമീപത്തൂടെ ഒഴുകുന്ന നദിയാണ് ചിറ്റൂർ പുഴ. ആ ചിറ്റൂർ പുഴയെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം എങ്ങനെ വിളിച്ചത്? എന്റെ ശോകമെല്ലാം അകറ്റുന്നവളെ, നീ ശോകനാശിനിയാവുന്നു. എന്നാൽ പിന്നീട് ഈ ചിറ്റൂർ പുഴ ഒഴുകിയെത്തുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയായിട്ടുള്ള ഭാരതപ്പുഴയിലേക്കാണ്. അപ്പോൾ ഇവിടെ യുക്തി അനുസരിച്ച് ആൻസർ ചെയ്യുക. മെയിൻ സ്ട്രീംസ് ആണ് തരുന്നതെങ്കിൽ എങ്ങനെ മെയിൻ സ്ട്രീംസ് തരും? ഭാരതപ്പുഴ, പെരിയാറ്, പമ്പ, ചാലിയാറ്, ചാലക്കുടി പുഴ അങ്ങനെ തരികയാണെങ്കിൽ ശോകനാശിനി ആരാണ്? ഭാരതപ്പുഴയാണ്. ഇനിയും ഭാരതപ്പുഴയുടെ ട്രിബ്യൂട്ടറീസ് തരികയാണ്. ഗായത്രി പുഴ, കുന്തിപ്പുഴ, തൂതപ്പുഴ, ചിറ്റൂർ പുഴ അങ്ങനെ തരികയാണെങ്കിൽ ആൻസർ ഏതിലേക്ക് എത്തും? ചിറ്റൂർ പുഴയിലേക്ക് എത്തും. ഇനിയും തുഞ്ചനുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്നാണ് തുഞ്ചൻ ദിനം? എന്നാണ് തുഞ്ചൻ ദിനം എന്നാണ്. തുഞ്ചൻ ദിനം വളരെ പെട്ടെന്ന് തന്നെ ഓർത്തിരിക്കാം. ഒരു കലണ്ടറിന്റെ ഏറ്റവും തുഞ്ചത്തുള്ള ദിവസമാണ്. ഒരു കലണ്ടർ ഏറ്റവും തുഞ്ചത്തുള്ള, തുഞ്ചം എന്ന് പറഞ്ഞാൽ അവസാനമാണ് കേട്ടോ. അവസാനമുള്ള മാസം ഏതാണ്? ഡിസംബർ ആണ്. ഡിസംബറിലെ അവസാന ദിവസം ഏതാണ്? 31 അല്ലെ? അപ്പം ഡിസംബർ 31 തുഞ്ചൻ ദിനം എന്ന് പറയുന്നത്. തുഞ്ചൻ ദിനം എന്നാണ് ചോദിച്ചാൽ എന്താണ്? ഡിസംബർ 31. ചേർത്ത് വെച്ച് പഠിക്കണം. കുഞ്ചൻ ദിനം എന്നാണ്. കുഞ്ചൻ എന്നാണ് പറഞ്ഞത്. കുഞ്ചൻ എന്ന് പറയുമ്പോൾ 5 എന്നുള്ള സൗണ്ട് ഇല്ലേ? 5 എന്നുള്ള അക്ഷരമാണോ പറഞ്ഞത്? അല്ല. 5 എന്നുള്ള സൗണ്ട് ഇല്ലേ? 5-ാം മാസം 5-ാം തീയതി. കുഞ്ചൻ ദിനം 5-ാം മാസം 5-ാം തീയതിയാണ്. 5-ാം മാസം ഏതാണ്? മെയ് ആണ്. 5-ാം തീയതി ഏതാണ്? മെയ് 5 ആണ്. മെയ് 5 ആണ് കുഞ്ചൻ ദിനം എന്ന് പറയുന്നത്. കുഞ്ചൻ ദിനം മെയ് 5 ആണ്. തുഞ്ചൻ ദിനം ഡിസംബർ 31 ആണ്. അങ്ങനെയെങ്കിൽ തുഞ്ചൻ പറമ്പ് എവിടെയായിരുന്നു? തുഞ്ചൻ പറമ്പ് എവിടെയാണ്? മലപ്പുറത്താണ്, തിരൂരാണ്. തുഞ്ചൻ മഠം എവിടെയാണ്? തുഞ്ചൻ മഠം പാലക്കാടാണ്, ചിറ്റൂരാണ് തുഞ്ചൻ മഠം എന്ന് പറയുന്നത്. നമ്മൾ ആരെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഗംഗയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗംഗയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അപ്പൊ ഗംഗയെ പറ്റി കുറച്ച് പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഇന്ത്യയുടെ പുണ്യ നദിയാണ്, ഇന്ത്യയുടെ ജീവരേഖയാണ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? ഗംഗയാണ്. ഇനി നമുക്ക് ഗംഗ എന്ന് പറയുന്ന നദിയുടെ ഒറിജിനിലേക്ക് പോകാം, പ്രഭവ സ്ഥാനത്തിലേക്ക് പോവാം. ഇംഗ്ലീഷിലാണെങ്കിൽ അതിന് സോഴ്സ് എന്ന് പറയും. എവിടെ നിന്നാണ് ഗംഗ എന്ന് പറയുന്ന നദി ഉത്ഭവിക്കുന്നത്? അതിന് നിങ്ങൾക്ക് ഈ ചിത്രം സഹായകമാകും. ഏത് ചിത്രം നോക്കുക? ഇതേതാണ് സ്റ്റേറ്റ്? ഈ കാണുന്ന സ്റ്റേറ്റ് ഏതാണ്? ഈ സ്റ്റേറ്റ് ആണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ഒരു ജില്ലയുടെ പേരാണ് ഉത്തരകാശി എന്ന് പറയുന്നത്. ഉത്തരകാശി, ഉത്തരം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നോർത്ത് ആണ് അല്ലെ, ഇംഗ്ലീഷിൽ നോർത്ത് ആണ് അല്ലെ. ഉത്തരം എന്ന് പറഞ്ഞാൽ ഏത് ദിശയാണ്? നോർത്ത് ആണ്. അപ്പൊ നോർത്ത് കാശി ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഉത്തരകാശി ജില്ലയിലെ എവിടെയാണ്? ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി എന്ന് പറയുന്ന ഹിമാനിയില്, ഗംഗോത്രി ഒരു ഗ്ലേസിയറിന്റെ പേരാണ് കേട്ടോ, ഗംഗോത്രി ഹിമാനിയിലെ ഒരു ഗുഹയിൽ നിന്നാണ്, ഒരു കേവിൽ നിന്നാണ്. ആ ഗുഹയുടെ പേരാണ് ഗായ്മുഖ് എന്ന് പറയുന്നത്. ഗായ്മുഖ് അല്ലെങ്കിൽ ഗോമുഖ് എന്നും പറയാറുണ്ട് കേട്ടോ. ഗായ്മുഖ് അല്ലെങ്കിൽ ഗോമുഖ് എന്നും പറയാറുണ്ട്. അവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഗംഗ ഉത്ഭവിക്കുന്നത്. അപ്പൊ ഗംഗയുടെ ഉത്ഭവം എവിടെയാണ്? ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ എവിടെയാണ്? ഉത്തരകാശി ജില്ലയിലാണ്. ഉത്തരകാശി ജില്ലയിൽ എവിടെയാണ്? ഗംഗോത്രി ഹിമാനിയിലാണ്. ഗംഗോത്രി ഹിമാനിയിൽ എവിടെയാണ്? ഗായ്മുഖിലാണ് കേട്ടോ. എവിടെയാണ്? ഗായ്മുഖിലാണ്. അങ്ങനെ ഉത്തരാഖണ്ഡിൽ നിന്ന് ഗംഗ താഴേക്ക് ഉത്ഭവിക്കുന്നു. ഒന്ന് വരച്ചു കാണിക്കാം കേട്ടോ. ഉത്തരാഖണ്ഡിൽ നിന്ന് ഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒന്ന് വരച്ചു കാണിക്കാം. ഏകദേശം ഒരു ഹിമാനിയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതൊരു ഹിമാനിയാണ്. ഇതൊരു കേവ് ആണ്. കേവിന്റെ പേരാണ് ഗായ്മുഖ് എന്ന് പറയുന്നത്. യെസ്, ആ കാണുന്നത് പശുവിന്റെ കൊമ്പാണ് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. പശുവിന്റെ മുഖമുള്ള ഗുഹയല്ലേ, അതുകൊണ്ടാണ് അത് വരച്ചു വെച്ചത് കേട്ടോ. യെസ്, അവിടെ നിന്നാണ് ഗംഗ ഇങ്ങനെ താഴേക്ക് ഉത്ഭവിക്കുന്നത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. എന്നാൽ ഇവിടെ അറിയപ്പെടുന്ന പേര്, ഉത്തരാഖണ്ഡിൽ അറിയപ്പെടുന്ന പേര് ഗംഗ എന്നല്ല. ഇവിടെ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ആ പേരാണ് ഭാഗീരഥി എന്ന് പറയും. ഭാഗീരഥി അല്ലെങ്കിൽ ഭഗീരഥി എന്ന് പറയും. ചോദ്യം എന്താ? ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ഉത്ഭവസ്ഥാനത്ത് ഗംഗ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഉത്ഭവസ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്ന പേരാണ് ഭാഗീരഥി എന്ന് പറയുന്നത്. ദക്ഷിണ ഭാഗീരഥി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദക്ഷിണ ഭാഗീരഥി നമ്മുടെ സ്വന്തം പമ്പയാണ് കേട്ടോ. പമ്പ നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഏതാ? ദക്ഷിണ ഭാഗീരഥി എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖാണ് ഗംഗയുടെ ഉത്ഭവം എന്ന് പഠിച്ചു. എന്നാൽ ഉത്ഭവസ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. ഏതാണ്? ഭാഗീരഥി. ഇനിയും ഈ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ കുറച്ച് കിഴക്ക് വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഈ ചിത്രത്തിന്റെ കിഴക്ക് ഏതാണ്? യെസ്, ഇവിടെ ആയിരിക്കും അല്ലെ. കിഴക്ക് വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മറ്റൊരു ഹിമാനി നമുക്ക് കാണാൻ പറ്റും. ആ ഹിമാനിയുടെ പേരാണ് അളകാപുരി ഹിമാനി. ഈ ഹിമാനിയുടെ പേരാണ് അളകാപുരി ഹിമാനി. അളകാപുരി ഹിമാനിയിൽ നിന്ന് ചെറിയൊരു നദി ഒറിജിനേറ്റ് ചെയ്യുന്നു, ചെറിയൊരു നദി ഉത്ഭവിക്കുന്നു. വലിയ നദിയൊന്നുമല്ല, ചെറിയ നദിയാണ്. അങ്ങനെ അളകാപുരി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയുടെ പേരാണ് അളകനന്ദ എന്ന് പറയുന്ന നദി. അളകനന്ദ അങ്ങനെ താഴേക്ക് ഒഴുകുകയാണ്. ഒരു സൈഡിൽ കൂടി ആരൊഴുകുന്നുണ്ട്? ഭാഗീരഥി എന്ന് പറയുന്ന നദി ഒഴുകുന്നുണ്ട്. ഇനി നമുക്ക് അളകനന്ദയെ ഒന്ന് വിശദമായി പരിചയപ്പെടാം. യെസ്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമയായിരിക്കും ബദ്രീനാഥ് എന്ന് പറയുന്ന സിനിമ അല്ലെ. ബദ്രീനാഥ് എന്ന് പറയുന്ന സിനിമ അല്ലു അർജുന്റെ ഒരു സിനിമയാണ് ബദ്രീനാഥ് എന്ന് പറയുന്നത്. അതിന്റെ നായികയുടെ പേരാണ് അളകനന്ദ എന്ന് പറയുന്നത്. അളകനന്ദ അതിലെ നായികയാണ്. അപ്പോൾ ഒരു ചോദ്യത്തിന് നിസാരമായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ബദ്രീനാഥ് ഓർ ബദരീനാഥ്. എവിടെയാണ് ബദരീനാഥ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ ബദരീനാഥ് ഏത് നദിയുടെ തീരത്താണ്? നല്ലൊരു ചോദ്യമല്ലേ? നല്ല ചോദ്യമാണ്. ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് സ്ഥിതി ചെയ്യുന്നത് അളകനന്ദ നദിയുടെ തീരത്താണ്. അപ്പോൾ ഈ അളകാപുരി ഹിമാനിയിൽ നിന്ന്, ഉത്തരാഖണ്ഡിലെ അളകാപുരി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് അളകനന്ദ എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിലെ അളകാപുരി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏതാ? അളകനന്ദ എന്ന് പറയുന്നത്. ബദ്രീനാഥ് ഏത് നദിയുടെ തീരത്താണ്? അളകനന്ദയുടെ തീരത്താണ് ബദ്രീനാഥ്. അതുകൊണ്ടാണ് ആ സിനിമയിൽ നായികയുടെ പേര് എങ്ങനെ പറയുന്നത്? അളകനന്ദ എന്ന് പറയുന്നത്. അങ്ങനെ അളകനന്ദ നദി ഹിമാലയ സാനുക്കളിലൂടെ, ഇതെല്ലാം ഹിമാദ്രിയുടെ ഭാഗമാണ്. ഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്നതും അളകനന്ദ ഒറിജിനേറ്റ് ചെയ്യുന്നതും എല്ലാം എവിടെയാണ്?
ഹിമാലയ പർവ്വതമായ ഹിമാദ്രിയുടെ ഭാഗത്തിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ അളകനന്ദയോടൊപ്പം മറ്റൊരു നദി വന്നു ചേരുന്നു. അങ്ങനെ അളകനന്ദയോടൊപ്പം ആദ്യമായിട്ട് ഒരു നദി വന്നു ചേരുന്നു. വളരെ ചെറിയ നദിയാണ്. ആ നദിയുടെ പേരാണ് മന്ദാകിനി എന്ന് പറയുന്നത്. നദിയുടെ പേര് മന്ദാകിനി എന്നാണ് കേട്ടോ. അളകനന്ദ എന്ന് പറയുന്ന നദിയോടൊപ്പം ആദ്യമായി വന്നു ചേരുന്ന നദിയാണ് മന്ദാകിനി എന്ന് പറയുന്നത്. അപ്പൊ കൂട്ടുകാരെ നോക്കുക, അളകനന്ദ എന്ന് പറയുന്ന നദിയും മന്ദാകിനി എന്ന് പറയുന്ന നദിയും കൂട്ടിമുട്ടി അതാ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് രുദ്രപ്രയാഗ് എന്ന് പറയുന്നത്. രുദ്രപ്രയാഗ് പേരൊന്നുകൂടി ഓർത്ത് വെക്കുക, രുദ്രപ്രയാഗ്. രുദ്രപ്രയാഗിൽ ജോയിൻ ചെയ്യുന്ന നദികളാണ് അളകനന്ദയും മന്ദാകിനിയും എന്ന് പറയുന്ന നദിയും. അളകനന്ദയും മന്ദാകിനിയും ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് ഏത്? രുദ്രപ്രയാഗ് എന്ന് പറയുന്നത്. എവിടെയാണ് രുദ്രപ്രയാഗ്? ഉത്തരാഖണ്ഡിൽ തന്നെയാണ് രുദ്രപ്രയാഗ്. മന്ദാകിനി എന്ന് പറയുന്ന നദിയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിച്ചു വെക്കുക, കേദാർനാഥ്. കേദാർനാഥ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ഏത് നദിയുടെ തീരത്താണ്? എന്ന് ചോദിച്ചാൽ മന്ദാകിനിയുടെ തീരത്താണ്. ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് സ്ഥിതി ചെയ്യുന്നത് മന്ദാകിനിയുടെ തീരത്താണ്. ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? അളകനന്ദയുടെ തീരത്താണ്. ഇനി നമുക്ക് അളകനന്ദയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ താഴേക്ക് ഒഴുകുന്ന അളകനന്ദയോടൊപ്പം മറ്റൊരു നദി കൂടി വന്നു ചേരുന്നു. മറ്റൊരു നദി ഏത് നദിയോടാ വന്നു ചേർന്നത്? അളകനന്ദയോടാണ് ചേർന്നത്. ആ നദിയുടെ പേരാണ് നന്ദാകിനി എന്ന് പറയുന്നത്. നന്ദാകിനി. ആദ്യത്തെ നദിയുടെ പേര് ഏതായിരുന്നു? മന്ദാകിനി ആയിരുന്നു. രണ്ടാമത്തെ നദിയുടെ പേര് ഏതാണ്? നന്ദാകിനിയാണ്. ഇനി നോക്കിക്കേ, അളകനന്ദയും നന്ദാകിനിയും ജോയിൻ ചെയ്യുന്നത് ഇവിടെയാണ് ജോയിൻ ചെയ്തത്. അളകനന്ദയും നന്ദാകിനിയും ജോയിൻ ചെയ്ത പോയിന്റ് ആണ് നന്ദപ്രയാഗ് എന്ന് പറയുന്നത്. നന്ദപ്രയാഗ്. ആദ്യത്തെ പ്രയാഗ് ഏതായിരുന്നു? രുദ്രപ്രയാഗ്. രുദ്രപ്രയാഗിൽ ജോയിൻ ചെയ്ത നദികൾ ഏതെല്ലാമാണ്? അളകനന്ദയും മന്ദാകിനിയും ജോയിൻ ചെയ്തത് രുദ്രപ്രയാഗിലാണ്. അളകനന്ദയും നന്ദാകിനിയും ജോയിൻ ചെയ്തത് നന്ദപ്രയാഗിലാണ്. ഏതാണ് പ്രയാഗ്? നന്ദപ്രയാഗാണ്. വീണ്ടും അളകനന്ദ താഴേക്ക് ഒഴുകുന്നു. മറ്റൊരു നദി വന്ന് ജോയിൻ ചെയ്യുന്നു. ആ നദിയുടെ പേരാണ് ധൗളിഗംഗ എന്ന് പറയുന്നത്. ധൂളിഗംഗ എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ധൗളിഗംഗയാണ്. അളകനന്ദയും ധൗളിഗംഗയും ശ്രദ്ധിക്കുക, അളകനന്ദയും ധൗളിഗംഗയും ജോയിൻ ചെയ്ത ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് വിഷ്ണുപ്രയാഗ്. അപ്പൊ 3 പ്രയാഗാണ് നമ്മൾ പഠിച്ചത്. 1 രുദ്രപ്രയാഗ്, 2 നന്ദപ്രയാഗ്, 3 വിഷ്ണുപ്രയാഗ്. രുദ്രപ്രയാഗിൽ ജോയിൻ ചെയ്ത നദികൾ അളകനന്ദയും മന്ദാകിനിയുമാണ്. നന്ദപ്രയാഗിൽ ജോയിൻ ചെയ്ത നദികൾ അളകനന്ദയും നന്ദാകിനിയുമാണ്. വിഷ്ണുപ്രയാഗിൽ ജോയിൻ ചെയ്ത നദികൾ അളകനന്ദയും ധൗളിഗംഗയുമാണ്. വീണ്ടും അളകനന്ദ താഴേക്ക് ഒഴുകുന്നു. വീണ്ടും അളകനന്ദ ഉത്തരാഖണ്ഡിലൂടെ താഴേക്ക് ഒഴുകുന്ന സമയത്ത് അളകനന്ദയോടൊപ്പം മറ്റൊരു നദി വന്നു ചേരുന്നു. അല്ലെ, എത്ര നദികളാണ് വന്നു ചേരുന്നത്? അളകനന്ദയോടൊപ്പം വന്നു ചേരുന്ന നദിയുടെ പേരാണ് പിണ്ടാർ എന്ന് പറയുന്നത്. പിണ്ടാർ എന്ന് പറയുന്ന നദിയാണ്. അങ്ങനെ അളകനന്ദയും പിണ്ടാറും ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് കർണപ്രയാഗ്. അപ്പോൾ കർണപ്രയാഗിൽ ജോയിൻ ചെയ്യുന്ന നദികൾ ഏതെല്ലാമാണ്? അളകനന്ദയും പിണ്ടാറും ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് ഏത്? കർണപ്രയാഗ്. രുദ്രപ്രയാഗ്, നന്ദപ്രയാഗ്, വിഷ്ണുപ്രയാഗ്, കർണപ്രയാഗ്. 4 പ്രയാഗുകളായി നദികൾ കൃത്യമായി ഓർത്തു വെക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അളകനന്ദ ചെറിയൊരു നദിയായിരുന്നു. ഇനിയിപ്പോ അളകനന്ദ ചെറിയ നദിയാണോ? അല്ല, എല്ലാ നദികളും വന്നു ചേർന്ന് അളകനന്ദ വലിയൊരു നദിയായിട്ട് മാറി. ഈ അളകനന്ദ ഏറ്റവും അവസാനം നമ്മൾ ആദ്യം പറഞ്ഞ നദിയിലേക്ക്, ഏതാണ്? ഭാഗീരഥി. ആ ഭാഗീരഥി എന്ന് പറയുന്ന നദിയിലേക്ക് ഏത് വന്നു ചേരുന്നു? അളകനന്ദ വന്നു ചേരുന്നു. അളകനന്ദ മാത്രമാണോ ചേരുന്നത്? അല്ല, ഇത്രയും നദികളും വന്നു ചേരുന്നുണ്ട്. കാരണം ഇത്രയും നദികൾ ആദ്യം തന്നെ ഇവിടെ വന്നു ചേർന്നതാണ്, അളകനന്ദയിൽ വന്നു ചേർന്നതാണ്. ഇവിടെ ജോയിൻ ചെയ്ത പ്രധാന നദികൾ ഏതെല്ലാമാണ്? 1 ഭാഗീരഥി. രണ്ടാമത്തെ നദി ഏതാണ്?
അളകനന്ദ. അങ്ങനെ അളകനന്ദയും ഭാഗീരഥയും ജോയിൻ ചെയ്ത ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ കാണുന്ന പോയിന്റ്, ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ദേവപ്രയാഗ് എന്ന് വിളിക്കും. ഈ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്ന് ദേവപ്രയാഗ്. എവിടെയാണ് ദേവപ്രയാഗ്? ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ ദേവപ്രയാഗിൽ ജോയിൻ ചെയ്യുന്ന നദികളാണ് ഭാഗീരഥിയും അളകനന്ദയും. അങ്ങനെ ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ച ഭാഗീരഥിയും അളകനന്ദയും ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഗംഗ എന്ന് പറയുന്ന നദിക്ക് ഏത് പേര് കിട്ടുന്നത്? ഗംഗ എന്ന പേര് കിട്ടുന്നത്. അപ്പൊ ഗംഗ എന്ന് പറയുന്ന നദിക്ക് ഗംഗ എന്ന പേര് കിട്ടുന്ന സ്ഥലമാണ് ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗ് എന്ന് പറയുന്നത്. അപ്പൊ ഗംഗയുടെ ആദ്യകാല പേരെന്തായിരുന്നു? അല്ലെങ്കിൽ ഉത്ഭവ സ്ഥാനത്ത് ഗംഗയുടെ പേര് ഏതായിരുന്നു? ഭാഗീരഥി. ഏതായിരുന്നു? ഭാഗീരഥി എന്നായിരുന്നു. അളകനന്ദയും മന്ദാകിനിയും ജോയിൻ ചെയ്യുന്ന പോയിന്റ് രുദ്രപ്രയാഗ്. അളകനന്ദയും നന്ദാകിനിയും ജോയിൻ ചെയ്യുന്ന പോയിന്റ് നന്ദപ്രയാഗ്. അളകനന്ദയും ധൗളിഗംഗയും ജോയിൻ ചെയ്യുന്ന പോയിന്റ് വിഷ്ണുപ്രയാഗ്. അളകനന്ദയും പിണ്ടാറും ജോയിൻ ചെയ്യുന്ന പോയിന്റ് കർണപ്രയാഗ്. അളകനന്ദയും ഭാഗീരഥയും ജോയിൻ ചെയ്യുന്ന പോയിന്റ് ദേവപ്രയാഗ്. നമ്മൾ ഈ പറഞ്ഞ 5 പ്രയാഗില്ലേ, ഈ 5 പ്രയാഗിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പഞ്ചുപ്രയാഗ് അല്ലെങ്കിൽ പഞ്ചപ്രയാഗ് എന്ന് പറയും. പഞ്ചപ്രയാഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗംഗ എന്ന് പറയുന്ന നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം ഈ 5 പ്രയാഗുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഏത് നദിയായിട്ട് അറിയപ്പെടുന്നത്? ഗംഗ എന്ന് പറയുന്ന നദിയായിട്ട് അറിയപ്പെടുന്നത്. ഇനിയും ഗംഗ ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കടക്കുന്നു. ആ ഉത്തർപ്രദേശിലുള്ള ഗംഗയുടെ വസ്തുതകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചു പോവാം.